തല ചായ്ക്കാൻ സ്വന്തമായ ഒരു വീട് തേടി അമ്മയും ഓട്ടിസം ബാധിച്ച മകളും തിരുവനന്തപുരത്ത് നട്ടം തിരിയുകയാണ്. അർഹതയുണ്ടായിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിലും ചുവപ്പ് നാടയിലും കുരുങ്ങിക്കിടക്കുകയാണ് ഇവരുടെ ഫയലുകൾ. കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ മുൻ പട്ടികജാതി പട്ടികവർഗ മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഉറപ്പും ഫലം കണ്ടില്ല. തിരുവനന്തപുരം മൃഗശാലയ്ക്ക് മുൻപിൽ പോപ്കോൺ വിറ്റാണ് 20 വർഷക്കാലമായി ജയയുടെ ജീവിതം. പുലർച്ചെ മുതലുള്ള നിൽപ്പ് കഴിയുന്നത് രാത്രി 8 മണി വരെ തുടരും. 90% ഓട്ടിസം ബാധിതയായ മകളെ ഒരാൾക്ക് മാത്രം നിന്നു തിരിയാനാകുന്ന ഒറ്റമുറി വാടക വീട്ടിൽ പൂട്ടിയിട്ട ശേഷമാണ് ജയ ജോലിക്കെത്തുന്നത്. കൊച്ചിനെ ഒറ്റയ്ക്ക് അടച്ചിട്ടിട്ടാണ് പോകുന്നത്. അത്ര സൗകര്യമില്ലാത്ത ഒരു വീടാണ്. എനിക്ക് വലിയ സങ്കടമുണ്ട്. വീടില്ലാത്തതുകൊണ്ട് എന്നും ഇങ്ങനെ തന്നെ വയെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഓടിയെത്തും. 2010 മുതൽ ജയ സ്വന്തമായി ഒരു വീടിനായി കയറാത്ത സർക്കാർ ഓഫീസുകളില്ല. വീടിന് അർഹതയുണ്ടെന്ന് ബോധ്യമായ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വിഷയത്തിൽ ഇടപെട്ട് 2019 കളക്ടർക്ക് കത്തയച്ചിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ പോയായിരുന്നു. അപ്പോൾ മന്ത്രിയെ കണ്ടില്ല. മന്ത്രിയുടെ PS-നെ ഞങ്ങൾ കണ്ടത്. അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞ് നിങ്ങൾക്ക് ആ പേപ്പർ വരട്ടെ എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് പിന്നെ അങ്ങ് അയക്കണം. ഇങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങി ഞങ്ങൾക്ക് വയ്യ. പിന്നീട് കളക്ടർ തഹസിൽദാർക്ക് 2020 ഫെബ്രുവരിയിൽ കത്തയച്ചു. അതേ തുടർന്ന് തഹസിൽദാർ കവടിയാർ വില്ലേജ് ഓഫീസർക്ക് ഭൂമി കണ്ടെത്താൻ റിപ്പോർട്ട് നൽകാൻ മാർച്ചിൽ കത്തയച്ചു. കോർപ്പറേഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മേയറുടെ അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് ലൈഫ് പദ്ധതിയിൽ ചേർത്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് തന്നിട്ടില്ല. യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെ കുടുംബത്തിന്റെ വിഷമങ്ങൾ മനസ്സിലാക്കിയ അന്നത്തെ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഇടപെടലിനെ തുടർന്ന് തഹസിൽദാർ കോർപ്പറേഷൻ പരിധിയിലുള്ള എല്ലാ വില്ലേജുകളിലേക്കും ഭൂമി കണ്ടെത്താൻ കത്തയച്ചു. അപ്പോൾ ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടാണ് സാർ അങ്ങനെ ഞങ്ങൾക്ക് ഇത് ഇട്ട് തന്നത്. അങ്ങനെ നിങ്ങൾ സ്വന്തം ഒരു വീട് സ്ഥലം കണ്ടെത്താൻ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണം. ഞങ്ങൾ കണ്ടെത്തി കൊടുത്തു. പക്ഷേ അവരത് നടപ്പാക്കി തരണില്ല. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഭൂരഹിത പുനരധിവാസ പദ്ധതി വഴി കുടുംബത്തിന് ഭൂമി കണ്ടെത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ അയച്ച് ഓട്ടിസം ബാധിതയായ ദീപയെയും അമ്മ ജയയെയും തട്ടിക്കളിക്കുകയാണ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്. അടച്ചുറപ്പുള്ള ഒരു വീടിനായി ഈ കുടുംബം കയറിയിറങ്ങാൻ ഇനി സർക്കാർ ഓഫീസുകളിലോ മന്ത്രിമന്ദിരങ്ങളോ ബാക്കിയില്ല. വീട് വെച്ച് നൽകാമെന്ന പല സർക്കാർ വകുപ്പുകളുടെയും മന്ത്രിമാരുടെയും വാഗ്ദാനം കടലാസുകളിലും വാക്കുകളിലും മാത്രം ഒതുങ്ങി. ദുരിതത്തിന് അറുതിയില്ലാതെ ഈ അമ്മയും മകളും ഈ ഒറ്റമുറി വീടിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ശ്രീജു നാഗപ്പനോടും അനിയൻ കുഞ്ഞിനോടുമൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.